അങ്ങനെ ഇറച്ചിയും പത്തിരിയും കൊടുത്തു. മാത്രമല്ല ഇന്ന് വരെ ആ വീട്ടിൽ പിന്നെ പാമ്പിനെ കാണലോ പാമ്പിന്റെ ശല്യങ്ങൾ ഉണ്ടായിട്ടില്ല. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. പാമ്പിൻ്റെ ശല്യം ഈ വേനൽക്കാലത്ത് വളരെ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൽ ഈ ഏപ്രിലിൽ മാത്രം, അതും കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 6 മരണങ്ങളാണ്. ഇത്തരം പാമ്പ് കടി ഏൽക്കാതിരിക്കാനും പാമ്പിൻ്റെ ശല്യം മാറാനും ഭൗതികമായ കുറേ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ വിദഗ്ധർ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ ചോറ് തിന്നാൻ ആഗ്രഹിക്കുന്ന, പാവപ്പെട്ടവരുടെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുന്ന ആത്മീയ ചൂഷകരായ ചില ഉസ്താദുമാർ, അവർ ഈ ഒരു സമയത്തെ ആത്മീയ ചൂഷണം നടത്തി സമൂഹത്തിൻ്റെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുകയാണ്. അത് കരുതിയിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഒരു ഉസ്താദ് പറയുന്നുണ്ട്, പാമ്പ് ശല്യം മാറാൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, പ്രമാണങ്ങളൊന്നുമല്ല, ഖുർആനല്ല, സുന്നത്തല്ല, സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്നല്ല, മറിച്ച് അവർക്കുണ്ടായൊരു അനുഭവം അതുമാത്രം പറയുന്നു. അതിനി ഉള്ളതാണോ തള്ളാണോ എന്ന് പറയാൻ കഴിയില്ല. വേറൊരാൾക്കുണ്ടായിരുന്ന ഒരു അനുഭവമാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നെങ്കിലും ചോദിക്കായിരുന്നു. ഇത് സ്വയം അനുഭവമാണെങ്കിൽ, സ്വന്തം അനുഭവമാണെങ്കിൽ ഇനി ആരെടുത്താ പോയി ചോദിക്കാനുള്ളത്? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം പാപ്പാന്റെ പേരിൽ ഇറച്ചിയും പത്തിരിയും കൊടുക്കാൻ നേർച്ചയാ പാമ്പിനെ കാണൂല. അവർ ശരി, ഞാൻ നേർച്ചയാക്കി, ഇനി അത് കാണരുത്. ഈ ശരിക്കും നേർച്ചയാക്കിയ കാണൂല. ഞാൻ പറഞ്ഞു ശരിക്കും നേർച്ചയാക്കിയ കാണൂല. ഞാൻ ശരിക്കും നേർച്ചയാക്കി. അവിടുന്ന് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു, പിന്നെ കണ്ട ഇല്ല, ഇറച്ചിയും പത്തിരിയും കൊടുക്ക്, കണ്ടിട്ടില്ല. അങ്ങനെ ഇറച്ചിയും പത്തിരിയും കൊടുത്തു. മാത്രമല്ല ഇന്ന് വരെ ആ വീട്ടിൽ പിന്നെ പാമ്പിനെ കാണലോ പാമ്പിന്റെ ശല്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ കൊല്ലത്തിലായി 997 ആ സംഭവം. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്, ആമാശയമാണ് വിഷയം. ഏതായാലും ഇത്തരം ഉസ്താദുമാരെ സൂക്ഷിക്കുക. നമ്മുടെ പോക്കറ്റടിക്കാതെ ഇവരിൽ നിന്ന് നമ്മൾ സംരക്ഷണം നേടുക എന്നതാണ് പ്രധാനം. എന്നാൽ പാമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.